അവർക്ക് കോമ്പറ്റീഷനും കാണാം, ജഡ്ജ്മെന്റ് കേൾക്കാം, എല്ലാം. പക്ഷെ നമ്മളൊരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ കൂടില്ല അത് അപ്പൊ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഒരുപക്ഷെ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മള് ലൈവിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടുതൽ. അതെ കാരണം അതെ അതെ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഇതായിരിക്കും. ഓഡിയൻസിനെ നമ്മൾ, ഓഡിയൻസിന്റെ പൾസ് നമുക്ക് അന്ന് മുതലേ അറിഞ്ഞു തുടങ്ങി. അതെ, അപ്പൊ അവരെ കണ്ടുകൊണ്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമുക്കന്ന് ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത് ശരത് സാറ്, പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ, LPR വർമ്മ സാർ എന്നൊക്കെ പറയുന്ന വലിയ വലിയ ലെജൻസ് ആണ് അന്ന് ജഡ്ജ് ചെയ്യാൻ. അപ്പൊ ഇവരെ മുന്നിൽ ആദ്യമൊക്കെ നമ്മളിത് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് വട്ടാവും, ഇവരെ മുന്നിൽ എങ്ങനെ പാടുകാരൻ. അപ്പൊ ആ ഒരു ആലോചന, ഇല്ലാണ്ട് നമ്മൾ പോവാണ് ഫ്രഷ് ആയിട്ട്. ഫ്രഷ് ആയിട്ട് പോവാ. കാരണം ഇവരെ മുന്നിൽ ചിലപ്പോ ഇവരുടെ പാട്ടുകൾ തന്നെ പാടണം. അപ്പൊ നമ്മള് അപ്പൊ എന്താണ് നമ്മൾ അവര് ക്രിയേറ്റേഴ്സ് ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റില്ല. എന്നിട്ട് അത് വേറെ രസം വെച്ചാൽ, ഫൈനൽ മത്സരത്തിൽ യേശുദാസ് സാറ് ഫ്രണ്ടിൽ വന്നിരിക്കും കോമ്പറ്റീഷൻ ഫുള്ള് കേൾക്കാനായിട്ട്. ഫൈനൽ എറണാകുളത്ത് വെച്ചായിരുന്നു നടന്നത്, ഫൈൻ ആർട്സ് ഹാളിൽ വെച്ചിട്ട്. അപ്പൊ ഫുള്ള് സാറ് വന്നിരുന്ന് കേട്ടിട്ട് ഫൈനൽ റിസൾട്ട് വന്ന് സാർ അതിന്റെ പ്രൈസും കൊടുത്തിട്ടാണ് സാറ് തിരിച്ചു പോകുന്നത്. അത്രയും സമയം സാർ അവിടെ ഇരിക്കുന്നുണ്ട്.